അപ്പൊ സിറ്റുവേഷൻ ഉണ്ടായപ്പോ ഒരു 3 ഡ്രസ് മാറി കിടക്കുമായിരുന്നു. അപ്പൊ അവരെണ്ണ നിങ്ങളെ കൂട്ടത്തിലുള്ള ഇവൻ പറയുന്നത് ഒരു സ്വപ്നം ഇറങ്ങണം കേട്ടാ. പിറ്റ്സന്റെ ഡിമാൻഡ് പറഞ്ഞല്ലേ ഇടയായിട്ട് ഡിമാൻഡ് പറയുന്നതാ. ഞാൻ ജോസഫ് വിളിച്ചിട്ട് സ്പീഡ് 60 ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും നോക്കാറ തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു. ഓ ജോസഫ് ശരി ഇടാ ശരി ആർക്കും നോക്കാറുള്ള പിള്ളേരെ കാണുന്നുണ്ട്. വരാൻ പറ്റുന്നില്ല പറഞ്ഞേ. ഇത് സ്പീഡാണ് ഇത്. എടാ കണ്ണാവി സോറി അളിയാ, ഞാൻ ഇവനാന്ന് ചോദിച്ചാടാ. എടാ സോറി കേട്ടാ, ഒന്ന് സോറി കേട്ടാ. എടാ എന്തുവാടാ എന്തിനാ പോണാ? നിനക്ക് അറ്റ്ലീസ്റ്റ് ഗാങ്ങിന്റെ അകത്ത് നിൽക്കുന്ന ആരാണ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നിനക്ക് ആക്ഷൻ ചെയ്യായിരുന്നു ഒന്നാമത്തെ കാര്യം. പക്ഷെ നമ്മളെ ഗാങ്ങിലുള്ള ഒരു മെമ്പറിനെയാണ് നീ അവിടെ അടിച്ചിട്ടത്. പിന്നെ ഈ ചത്ത് കിടക്കാൻ നേരത്തെ കോണ അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കോണ അത് നിർത്തിക്കോണം. നീ മനസ്സിലായോ? നീ നിർത്തിക്കോണം. അത് അവർ നിങ്ങളെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആണ്. ഞാൻ ആ സോറി പറഞ്ഞിട്ട് നമ്മളെ ഓൾറെഡി നിങ്ങളെ കമ്മിറ്റ്മെന്റ് വെച്ചാണ്. അതാണ് കൂടെയുള്ള പയ്യനെ തൊട്ടിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഇവിടെ വേണ്ട. അവൻ അടിച്ചിട്ട് ചോദിക്കാൻ വരാൻ ഞാൻ ഇവിടെ വരും. അതിപ്പോ എന്റെ അണ്ണൻ ഉണ്ടെങ്കിൽ അവരെല്ലാരും വരും. നിങ്ങള് വന്ന് ചുമ്മാ അടിക്കാന്ന് പറഞ്ഞാൽ അതെന്ത് പരിപാടിയാണ്? എന്റെ മിസ്റ്റേക്ക് ഞാൻ അവിടെ കിടന്ന് അവന്റെ സോറി പറയാനുള്ള ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അവനോട്. അടിച്ച് കൊന്നു കഴിഞ്ഞിട്ട് സോറി പറയാന്ന് പറഞ്ഞാൽ ബ്രോ അതെന്തോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഞാനത് ഇപ്പൊ ഇങ്ങനെ കൊന്നു കളഞ്ഞു. സോറി, ഞങ്ങളുടെ മിസ്റ്റേക്കാ. കുഴപ്പമുണ്ടോ? എടാ റേഡിയോ ഇറങ്ങുവാണെങ്കിൽ അടിച്ചിട്ട് നോക്കിക്കോട്ടെ നമ്മളെ ഇത് അറിഞ്ഞോണ്ട് പറ്റിയ. പക്ഷെ ആള് മാറിപ്പോയി. കാർട്ടൂൺ എന്തിനാ അടിച്ചിട്ട്? എനിക്ക് അതാ അറിയാനുള്ളത്. എടേ അത് പട്ടിഷോ ഒഴിവാക്കല്ലേ? കോച്ചിങ് തുടങ്ങിയാ? കോച്ചിങ് തുടങ്ങിയാ? നിങ്ങൾക്കിവിടെ ആർക്കെങ്കിലും അടിക്കുന്നെങ്കിൽ പറ, ഇപ്പൊ അടിക്കാം. ഇത്ര നേരം നമ്മളെ ഇവിടെ വെളി വന്നിട്ട് സംസാരിക്കാൻ തയ്യാറുള്ള ലീഡർ പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തത്? നമ്മളെ സമയം കളയാനാണ് ഞാൻ. കഴിഞ്ഞ എന്റെ കഴപ്പ് ഫുള്ളാണ്. മുകളിൽ 4 പേരുണ്ട്. ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കടാ. വന്ന് പുറത്ത് കേട്ടാ പുള്ളി പോടാറൊക്കെ ആരും കളിച്ചിട്ട് വീട്ടുകാരെ പുറത്തു പോലെ റൂമിനകത്ത് കേട്ടാ. നിന്റെ മുമ്പിലിട്ട് നിന്റെ അണ്ണനെ പട്ടിയായിരുന്നു അറിഞ്ഞു. നിന്റെ അണ്ണൻ കയ്യിൽ പക്കപ്പോഴത്തേക്ക് ആഘോഷത്തേക്ക് അറിഞ്ഞിട്ട് കണ്ടയാ. ഇന്ന് ഇവന്മാരെ അടിച്ചിട്ടേ പോകുന്നുള്ളൂ ഇവിടെ. 16 പേര് റേഡിയോയില് ഉള്ള ഗ്യാങ്ങിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് വെറും 7 പേരെ TV-യിൽ വെറും 7 പേരെ ഗ്യാങ് ഹൗസിന് മുമ്പിൽ വെച്ച് ഞാനത് അവനെ മുഖത്ത് നോക്കി അവരുടെ മുമ്പിലിട്ട് അവനെ അടിച്ചു പോകുന്നത്. ദാറ്റ്സ് മൈ ഗ്യാങ്. ഏത് മാപ്പാണ്? ഇനി മനസ്സിലൊന്നും വെക്കരുത് കേട്ടാ. ഇനി എന്റെ അടുത്ത് വല്ലതും പറയാൻ ഞാൻ അടിച്ചിടും കേട്ടാ. പിന്നെ കൊന്നു അടിച്ചിട്ടെന്ന് പറഞ്ഞ് വല്ലതും പറഞ്ഞേരാ. അടിച്ചിടും എന്ന് പറഞ്ഞാൽ അടിച്ചിടും കേട്ടാ.